പ്രീമിയർ ലീഗിൽ ലിവർപൂൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോരാട്ടം. സിറ്റി ഗ്രൗണ്ടിൽ നിശ്ചിത സമയവും കഴിഞ്ഞ സ്റ്റോപ്പേജ് ടൈമിൽ ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളിനെ 16ാം സ്ഥാനക്കാരായ നോട്ടിംഗ്ഹാം ഗോളടിക്കാൻ വിടാതെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. മത്സരം ഗോൾ രഹിത സമനിലയിലേക്കെന്ന് ഏവരും പ്രതീക്ഷിച്ചിരിക്കെ സമനിലയിൽ മത്സരം അവസാനിച്ചാൽ ഒന്നാം സ്ഥാനത്തിന് ഭീഷണിയാണെന്ന ആശങ്ക ലിവർപൂൾ ആരാധകർക്ക്. അനുവദിച്ച 8 മിനിറ്റ് സ്റ്റോപ്പേജ് ടൈമും കടന്ന് മത്സരം മുന്നോട്ട്. ഏതു നിമിഷവും റഫറിയുടെ ഫൈനൽ വിസിൽ എത്തുമെന്നിരിക്കെ 99ാം മിനിറ്റിൽ ബോക്സിനുള്ളിലേക്ക് അർജന്റൈൻ മിഡ്ഫീൽഡർ അലക്സിസ് മക്ലിസ്റ്റർ പന്ത് ഉയർത്തി നൽകുന്നു. പകരക്കാരനായി എത്തിയ ഡാർവിൻ നൂനിയസ് ഹെഡറിലൂടെ ഫോറസ്റ്റ് വലയിലേക്ക് പന്തെത്തിച്ച് ലിവർപൂളിന് നിർണായക വിജയം സ്വന്തമാക്കി കൊടുത്തു. കൃത്യമായി പറഞ്ഞാൽ ഗോൾ വീണത് 98 മിനിറ്റ് 35 സെക്കൻഡിൽ. ലിവർപൂൾ ഈ സീസണിൽ കിരീടമുയർത്തിയാൽ അവർ ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന സമയം. കളിയിൽ തുടക്കം മുതൽ ഇരു ടീമുകളും ഏറെ അവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഗോൾ മാത്രം വന്നിരുന്നില്ല. അവസാനം സബ്ബായി ഇറങ്ങിയ നൂനിയസ് രക്ഷകരായതോടെ ലീഗിൽ ലിവർപൂൾ ഒന്നാം സ്ഥാനത്ത് 4 പോയിന്റ് ലീഡ് പുനഃസ്ഥാപിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 71% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ലിവർപൂൾ ആയിരുന്നു. 22ഓളം ഷോട്ടുകളാണ് ലിവർപൂൾ മത്സരത്തിൽ തൊടുത്തത്. 2 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 662 പാസുകൾ 86% കൃത്യതയോടെ ലിവർപൂൾ പൂർത്തിയാക്കി. 8 ഷോട്ടുകളാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് തൊടുത്തത്. 2 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. ഇന്നത്തെ ജയത്തോടെ 27 മത്സരങ്ങളിൽ നിന്ന് 63 പോയിന്റാണ് ലിവർപൂളിനുള്ളത്. 26 മത്സരങ്ങളിൽ നിന്ന് 59 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി തൊട്ടുപിറകിലുണ്ട്. ഇന്ന് മാഞ്ചസ്റ്റർ ഡെർബിയിൽ സിറ്റി ഇത്തിഹാദിലിറങ്ങും. ഫോറസ്റ്റ് 24 പോയിന്റുമായി 16ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.